സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടുകളൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമുക്കറിയാം പിഷാരടി, അതായത് മിമിക്രി രംഗത്ത് കൂടി ആങ്കറിംഗ് മേഖലകളിൽ കൂടി എല്ലാ സിനിമയിലേക്കൊക്കെ സജീവമായി. പിന്നീട് അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിഷാരടി സിനിമ ആങ്കറിംഗ് എല്ലാ മേഖലകളും വിട്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വാർത്തകൾ നമ്മൾ കാണുകയും ആ രാഷ്ട്രീയത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലാണ് ആൾ മത്സരിക്കാൻ നിൽക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നു. അവരുടെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനായിട്ട് കോൺഗ്രസിൽ അദ്ദേഹം മത്സരിക്കാനായിട്ട് നിൽക്കുന്ന വാർത്തകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പിഷാരടി ഈ അടുത്ത കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതലും ആരുടെ കൂടെ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂക്കയുടെ ഒരു ഇടം കൈയായിട്ടും വലം കൈയായിട്ടും ഒക്കെ ബോബനും മോളിലെ പട്ടിയെ പോലെ എവിടെ പോയാലും മമ്മൂക്കയുടെ ഒപ്പം നിറഞ്ഞാടി നിന്നിരുന്ന പിഷാരടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മമ്മൂക്കയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം മമ്മൂക്കയുടെ ആ രാഷ്ട്രീയം, ആ ഒരു കമ്മ്യൂണിസമായിട്ട് മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ രമേശ് പിഷാരടി എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും ഉയരുന്നുണ്ട്. പിന്നെ പലയിടങ്ങളിലും ഞാൻ കണ്ടൊരു വാർത്ത, അത് നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയാണ്. പല കമൻറ്റ് ബോക്സുകളിലും ഞാൻ കണ്ടത്, വയനാട് ചൂരൽമലയിലെ ആ ഒരു ടൗൺഷിപ്പ് പദ്ധതി കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്ക എത്തിയപ്പോൾ നമ്മുടെ കമ്മ്യൂണിസത്തിലുള്ള ഒരു മന്ത്രിയുടെ അടുത്ത് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് വളരെ മോശമായിട്ട് മമ്മൂക്ക ബിഹേവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മമ്മൂക്കയെ ഇടതും വലതും അല്ലെങ്കിൽ BJP-യിലുള്ള പല ആളുകളും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനായിട്ട് അവർ ഉപയോഗിച്ചൊരു മാർഗ്ഗം സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിൽ കൂടി മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്രയും നാളും ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മമ്മൂട്ടി ഒരു ക്ഷിപ്രഗോപിയാണ്, മമ്മൂട്ടി ഒരു വൃത്തികെട്ടവനാണ്, അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ പല തലങ്ങളിൽ കൂടിയാണ് സഞ്ചരിച്ചത്. അപ്പം അങ്ങനെ മമ്മൂക്കയ്ക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത നമ്മുടെ കേരളത്തിൽ നിന്ന് എടുത്തു കളയാനായിട്ട് ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം കാരണമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരണമായെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലുള്ള നല്ലൊരു ശതമാനം ജനങ്ങളുടെ ഇടയിലും അതായിട്ടില്ല. അപ്പം അങ്ങനെ മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന രമേശ് പിഷാരടി കോൺഗ്രസിലേക്ക് പോകുന്നു. അപ്പോൾ രമേശ് പിഷാരടി മമ്മൂക്കയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലാണ് ഒരുപാട് കമൻറ്റുകൾ വരുന്നത്. മമ്മൂക്ക കോൺഗ്രസിനെ വലിയ രീതിയിൽ അംഗീകരിക്കുന്നു, കോൺഗ്രസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് തന്നെ ആവണം ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിനെ പിന്തുണയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും മെഴുകുന്നത്. അത് ഏതൊക്കെ രീതിയിൽ ഇനി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇനി ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് മമ്മൂക്ക ഊന്നിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ മമ്മൂക്ക വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രചാരണത്തിന് വേണ്ടിയിട്ട് മമ്മൂക്ക, മോഹൻലാൽ ഈ ആളുകളൊക്കെ ഇറങ്ങണമെന്ന് പല ആളുകളും പറയുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി പ്രിയ എന്നൊക്കെ പറയുന്ന ഒരു നടിയുണ്ടല്ലോ, അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ രമേശ് പിഷാരടിയോടൊപ്പം മമ്മൂക്കയും പ്രചാരണത്തിനെത്തും എന്നൊക്കെയുള്ളൊരു വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ രമേശ് പിഷാരടി പറഞ്ഞതെന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. മമ്മൂക്ക തന്നെ അനുഗ്രഹിച്ചിരുന്നു. അതായത് ഈ ഒരു പാർട്ടിയിലേക്ക് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ താൻ്റെ നേതാവായിട്ട് നിൽക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്ക തനിക്ക് ഉള്ള അനുഗ്രഹം തന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മമ്മൂക്കയുടെ അടുത്താണ് പറയാറുള്ളത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മമ്മൂക്കയോടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞതിന് ശേഷമേ ഞാൻ ചെയ്യാറുള്ളൂ എന്നാണ് രമേശ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മമ്മൂക്ക അല്പം മുമ്പ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറെ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളാണെങ്കിൽ അത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. കണ്ടില്ലേ, ഇതിലാണ് പല ആളുകളുടെയും കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അതിൽ കുറേ പേര് രമേശ് പിഷാരടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കമൻ്റ് ഉണ്ട്, അതെന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ പറയുന്നത് നമുക്ക് പാർട്ടി വേറെയാണ് മോനെ, മമ്മൂക്കനെ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂക്കയും ഇറങ്ങും ഷാഫിയും വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും കമൻറ്റുകളുണ്ട്. പിന്നെ മമ്മൂക്ക വന്നതുകൊണ്ട് പാലക്കാടിന് പ്രത്യേകിച്ച് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. ഇതിലും മമ്മൂക്കയ്ക്ക് എതിരെ സംസാരിക്കാനായിട്ട് ഒരുപാട് ആളുകളുടെ ഒരു 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 ത്വര ഇതിൽ നമുക്ക് കാണാൻ പറ്റും. മമ്മൂക്ക എന്തുകൊണ്ട് ഈ പറയുന്ന പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങളും അവിടെ ഉയരുന്നുണ്ട്. അതായത് മമ്മൂട്ടിക്കെതിരെ തന്നെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ വൃത്തികെട്ട കളികൾ കളിച്ചതിൻ്റെ മനോവിഷമത്തിലാണോ രമേശ് പിഷാരടിയെ മമ്മൂക്ക സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളും ഏകദേശമൊക്കെ അങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ഈ സൈബർ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ രമേശ് പിഷാരടി എടുത്തു പറയുന്നത്, ഞാൻ മമ്മൂക്കയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മമ്മൂക്ക എന്നെ വിളിച്ച് എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഒക്കെ നൽകിയതാണ്. എൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമേ ചെയ്യാറുള്ളൂ. അതിൽ വരാൻ പോകുന്ന അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും എല്ലാം അദ്ദേഹം എൻ്റെ അടുത്ത് ഓപ്പൺലി എല്ലായ്പ്പോഴും പറയാറുണ്ട്. അതിലെന്തൊക്കെ വരും, എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവാതിരിക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം ദീർഘവീക്ഷണമുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാരുമായിട്ടും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുമൊക്കെ നല്ലൊരു ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ എനിക്ക് ഏറെ പ്രചോദനമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പിഷാരടി പറയുന്നത്. പിഷാരടി പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രമേശ് പിഷാരടി പറയുന്നതനുസരിച്ചിട്ട് താൻ ആ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു കിരീടം പിടിച്ചുകൊണ്ട് മമ്മൂക്കയും തൻ്റെ ഒപ്പം നിൽക്കുമെന്നാണ് പറയുന്നത്. അതിനെ മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകളാണ് മമ്മൂട്ടി പിന്നെ കോപ്പ് വരും, മമ്മൂട്ടി കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്നത്. മമ്മൂക്കയുടെ രാഷ്ട്രീയം, മമ്മൂക്കയുടെ അഭിപ്രായം, മമ്മൂക്കയുടെ നിലപാട് ഇതെല്ലാം മമ്മൂക്ക ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതിനൊന്നും ഒരു വ്യത്യാസം വന്നില്ല. കാരണം അയാൾ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും അയാൾ പറയുന്നത് എന്താണെന്നും എങ്ങനെയാണ് പറയുന്നതെന്നും എവിടെയാണ് എന്താണ് പറയേണ്ടതെന്നും നല്ല ബോധ്യമുള്ള നല്ല ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും പാർട്ടി മാറി വേറെ കളിക്ക് പോകുന്നൊന്നുമില്ല. അവിടെ മമ്മൂക്ക മുന്നിലേക്ക് വെക്കാൻ പോകുന്നത് അല്ലെ മമ്മൂക്ക അവിടെ നൽകാൻ പോകുന്നൊരു വില എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾക്കാണ്. നമുക്കറിയാം സ്നേഹബന്ധങ്ങൾക്കും മനുഷ്യബന്ധങ്ങൾക്കും എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഒരു വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. താൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ തനിക്കെതിരെ മോശമായിട്ട് ആഞ്ഞടിക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും ആ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കറിയാം രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഒരുപാട് പുണ്യ പ്രവർത്തികളൊക്കെ ഉണ്ട്. അത് 16ഓളം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പുണ്യ പ്രവർത്തികൾ ചാരിറ്റി ഫൗണ്ടേഷൻ വഴി അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെയും അറിഞ്ഞും അറിയാതെയുമായിട്ടൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ബന്ധം വെച്ച് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് എല്ലാ പാർട്ടിയിലുള്ള ആളുകളും നല്ലൊരു ബന്ധം പുലർത്തുന്നുമുണ്ട്. കമ്പാരിറ്റീവ്ലി മോഹൻലാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘികളുമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ മമ്മൂക്കയ്ക്ക് എല്ലാ പാർട്ടികളുമായിട്ടും ഒരേപോലെ ബന്ധമുണ്ട്. പക്ഷേ സംഘികൾക്ക് മാത്രം മമ്മൂക്കയെ വലിയ വിരോധമാണ്. ഒരു കാരണവശാലും മമ്മൂക്കയെ അടുപ്പിക്കില്ല എന്നുള്ളൊരു അവരുടെ ഒരു നിശ്ചയദാർഢ്യം. കാരണം മമ്മൂക്ക മുസൽമാനാണ്. അവരുടെ ഒരു മതത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളൊരു മനുഷ്യനാണ് മമ്മൂക്ക. ഇവിടെ രമേശ് പിഷാരടി ജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, രമേശ് പിഷാരടി രാഷ്ട്രീയത്തിൽ അത്ര സജീവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മജൻ പോയ പോലെ അത്ര സജീവമൊന്നും ആയിരുന്നില്ല ആള്. സിനിമയിലും പിന്നീട് ആങ്കറിങ് മേഖലകളിലും മിമിക്രിയിലുമെല്ലാം നിറഞ്ഞാടി നിന്ന് പിന്നെ മമ്മൂക്കയോടൊപ്പം പോയതിന് ശേഷം ഇപ്പോൾ അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ മമ്മൂക്കയോടൊപ്പമുള്ള ഒരാളെന്നുള്ളൊരു ഹൈപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പിൻ്റെയോ ഒക്കെ മേളിൽ ഒരു പക്ഷേ അദ്ദേഹം ജയിച്ചേക്കാം. എങ്ങനെയാണെങ്കിലും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് പാർട്ടിക്കാരല്ല ഏത് ഒരാൾ ജയിച്ചാലും നല്ല പ്രവർത്തനങ്ങൾ എപ്പോഴും വേണം. അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അടിമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരിടത്തും നല്ല പ്രവർത്തികൾ വരില്ല, അല്ലെങ്കിൽ നല്ലൊരു വികസന മുന്നേറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നല്ലാതെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഞാൻ ഇതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, എൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാവണം എന്നുള്ളതൊക്കെ ചിന്തിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവർത്തനം രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മമ്മൂക്കയുടെ ഒരു പിന്തുണയും ഉള്ളത്. അല്ലാതെ മമ്മൂക്ക കമ്മ്യൂണിസം വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് കളിക്കില്ലേ മക്കളെ. അങ്ങനെയൊന്നും അയാളുടെ നിലവാരമൊന്നും വിടാറില്ല. എന്നും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ പ്രായം 74-75 വയസ്സായിട്ടും താൻ പറയുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, താൻ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഈ കാവിക്കളസത്തിൻ്റെയോ അല്ലെങ്കിൽ കൊങ്ങികളുടെ നീലക്കളസത്തിൻ്റെയോ അല്ലെ ചുവലക്കളസത്തിൻ്റെയോ അല്ലെ മഞ്ഞക്കളസത്തിൻ്റെയോ ഒന്നും ഒരു മേലങ്കി അണിയിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അദ്ദേഹത്തിന് അറിയാം എന്ത് എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് അദ്ദേഹം നോക്കി കണ്ട് ചെയ്തോളും. എന്തായാലും പിഷാരടി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതെന്തായാലും അങ്ങനെയാലും വരട്ടെ. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനി വരാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേ വിമർശനങ്ങളും കുറേ പരാമർശങ്ങളും കുറേ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഇതെല്ലാം
മമ്മൂട്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതായത് പിഷാരടിയാണ് നിൽക്കുന്നതെങ്കിലും അവിടെ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന മമ്മൂട്ടിയുടെ പേരായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി മമ്മൂക്കയ്ക്കെതിരെ വലിച്ചു കീറുന്ന രീതിയിൽ, മമ്മൂക്കയെ അവഹേളിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അതുണ്ടാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ മമ്മൂക്കയ്ക്കെതിരെ വിദ്വേഷപരമായിട്ട് എന്തായാലും ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു അഭിപ്രായ രേഖപ്പെടുത്തലുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയകളിൽ ഇനി വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും രമേശ് പിഷാരടി നല്ല രീതിയിൽ നിൽക്കട്ടെ. ജയിക്കുന്നെങ്കിൽ നല്ല ഒരു നേതാവിനെ ആ ഒരു പാലക്കാടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ. നല്ല ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തായാലും നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്യുക. ഇനിയെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വേടം പറഞ്ഞതുപോലെ തന്നെ നോക്കി വോട്ട് ചെയ്യുക മക്കളെ, നോക്കി വോട്ട് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന ന്യൂനപക്ഷ അല്ലെ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം ഒരു കൂട്ടിൽ കിടക്കുന്ന തത്തയെ പോലെയോ മറ്റ് പറവകളെ പോലെയോ ഒക്കെ ആയിപ്പോവും. അതുകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക. മനുഷ്യനും മാനുഷികതയ്ക്കും ഒക്കെ വില കൊടുക്കുന്ന ഒരു ടീമിനെ ജയിപ്പിക്കാതെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പാർട്ടിയിലുള്ള ആളുകളെ ജയിപ്പിക്കുക. നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.